സർ അടുത്തതായിട്ട് നമുക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ ഈ സൈക്കോളജിയിൽ എപ്പോഴും സയൻറ്റിഫിക് എവിഡൻസ് ബേസ്ഡ് ലിസൺ ചെയ്യണം, നോൺ ജഡ്ജ്മെൻ്റൽ ആവണം, എമ്പതി വേണം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. എപ്പോഴും എല്ലാ ടെക്സ്റ്റ് ബുക്സിലും ഉള്ള സാധനമാണ്. അപ്പം പലപ്പോഴും സാറ് നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനാണ്, ഇമോഷൻസ് ഉള്ള ആൾക്കാരാണ്. നമുക്ക് ഒരാളെ കണ്ട ഉടനെ നമ്മൾ ജഡ്ജ്മെൻ്റൽ ആവും, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെ ആയിട്ട് നമ്മൾ ജഡ്ജ്മെൻ്റൽ ആവും. അപ്പോൾ പലപ്പോഴും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ബി നോൺ ജഡ്ജ്മെൻ്റൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനും ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ എങ്ങനെ ഈ നോൺ ജഡ്ജ്മെൻ്റൽ ആവുക, അപ്പോൾ അവർ ഭയങ്കര ബലം പിടിച്ചിരിക്കുകയും ഒരു സ്വാഭാവികത നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഉള്ളിൽ അവർ അഭിനയിക്കേണ്ട അവസ്ഥയൊക്കെ വരും. ഉള്ളിലിങ്ങനെ അവർക്ക് തോന്നുന്ന സാധനം വേറെ, പറയുന്നത് വേറെ, ഒരു ഇൻകോൺഗ്രുവൻസ് എന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ ഈ നോൺ ജഡ്ജ്മെൻ്റൽ എന്ന സാധനം എങ്ങനെ അപ്ലൈ ചെയ്യുക ഒരു സൈക്കോളജിസ്റ്റ് നിലയ്ക്ക്?